നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം. സർവ സൗഭാഗ്യത്തിന് വേണ്ടി, തൊഴിലിൽ ഉണ്ടാവാൻ വേണ്ടി, അല്ലെങ്കിൽ ധനത്തിന്റെ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി, ഭാഗ്യം തെളിയാൻ വേണ്ടിയിട്ടൊക്കെ ആണ് നമ്മൾ അമ്പലങ്ങളിൽ പോയി തൊഴാറും പ്രാർത്ഥിക്കാറും വഴിപാടൊക്കെ ചെയ്യാറുണ്ട്. ഈ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നിങ്ങൾ കഴിക്കാറുമുണ്ട്. ഈ കഴിച്ച പ്രസാദം നമ്മൾ നേരെ അതെടുത്തിട്ട് എന്ത് ചെയ്യും? വീട്ടിൽ കൊണ്ടുപോയി അവിടെ വെക്കും, ഒന്ന് കൂടി തൊട്ടിട്ട് അവിടെ വെക്കും. ഇത് നമുക്ക് വളരെ ഇത് ചെയ്യാതെ ഇത് നമുക്ക് വളരെ ഗുണപരമായി വരുന്ന രീതിയിലേക്ക് വേണം ഇത് ചെയ്യാൻ. ഈ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി നിങ്ങൾക്ക് ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും കഴിപ്പിക്കാം. അതെന്ന് വെച്ചാൽ ഈ ഒരു സൂക്തമാണ്. ഈ സൂക്തത്തിൽ നമ്മൾ അത് ഏത് ദേവന് അർച്ചന ചെയ്താലും നമുക്ക് ഭാഗ്യം തെളിയും. അതെന്താന്ന് വെച്ചാൽ നമുക്ക് അത് എല്ലാ ദേവന്മാർക്കും അർച്ചന ചെയ്യാന്നുള്ളതാണ്. ആ ഏത് ദേവനാണോ നമ്മൾ ഭാഗ്യസൂക്തം കഴിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ദേവന്റെ അനുഗ്രഹ കല എന്ന് വെച്ചാൽ നമുക്ക് സമ്പത്ത് ഉണ്ടാവാനുള്ള അനുഗ്രഹം വെച്ചാല് ദേവിയാണെങ്കിൽ ധനലക്ഷ്മി അനുഗ്രഹം ഉണ്ടാവാൻ, സമ്പത്ത് ഉണ്ടാവാനുള്ള ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് ലയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഭഗവാനിൽ അർച്ചന ചെയ്ത തൃപ്പാദത്തിൽ നിന്നും നമുക്ക് ആ പുഷ്പം നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നേരെ വീട്ടിൽ കൊണ്ട് വെക്കുകയാണ് ചെയ്യുക. അത് നിന്നും മാറി നമുക്ക് എന്താണ് ആ കളഭവും ചന്ദനമൊക്കെ മാറ്റി വെച്ചിട്ട് ഈ പുഷ്പത്തിൽ നമ്മൾ സ്വല്പം അരി നെല്ലും കൂടി ചേർത്ത് എന്താണ് അത് സ്വല്പം എടുത്തതിന് ശേഷം നന്നായി പ്രാർത്ഥിക്കുക. എന്നിൽ ബാധിക്കുന്ന സർവ കർമ്മ തടസ്സങ്ങളും ദുരിതങ്ങളും എല്ലാം ഒഴിഞ്ഞു പോണേന്ന് പ്രാർത്ഥിച്ച് തല 8 തവണ ഒഴിഞ്ഞ് വീടിന്റെ വടക്ക് ഭാഗത്തേക്ക് കളയാം. ഈ കളയുന്ന ഭാഗം നമുക്ക് എന്താണ് വേറെ വീടിന്റെ മിറ്റൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പറമ്പിലേക്കാണെന്നുണ്ടെങ്കിൽ അത് അവർ കണ്ടു കഴിഞ്ഞാൽ, കാരണം വെച്ചാൽ ഒഴിഞ്ഞ പറമ്പാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ അതിർത്തി വിട്ടിട്ട് വേറെ വീടിന്റെ മുറ്റത്തേക്കാണ് ഇട്ടത് എന്നുണ്ടെങ്കിൽ അത് അവർ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ കൂടോത്രം ചെയ്തു എന്നുള്ളൊരു പ്രശ്നം നമുക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്താണ് അത് നേരെ ഒഴിഞ്ഞു കളഞ്ഞാൽ, അങ്ങനത്തെ ഒരു സൗകര്യം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് കൊണ്ടിടാം, അല്ലെങ്കിൽ ഒഴുക്കി കളയാം. എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ എന്താണ് ഒരു സ്വല്പം എടുത്തിട്ട് ഒരു പൊതിഞ്ഞിട്ട് നമ്മുടെ ജോലിക്ക് പോകുന്ന ബാഗിലോ അല്ലെങ്കിൽ പണം വെക്കുന്ന ആ ഒരു പെട്ടിയിലോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവിടെ സമ്പത്ത് വന്നു ചേരാനുള്ള മാർഗങ്ങൾ നമുക്കുണ്ടാവും. ഇതാണ് ഈ വഴിപാടിന്റെ പ്രത്യേകത. എല്ലാ ആളുകളും അമ്പലത്തിൽ പോകും, തൊഴും, പ്രാർത്ഥിക്കും, ഭാഗ്യസൂക്തം അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യും. ചെയ്തു കഴിഞ്ഞാൽ ആ പ്രസാദം ഒന്ന് കുറി വരച്ചിട്ട് തൂരിക്കിടും, ഇല്ലെങ്കിൽ എന്താണ് ഒന്നെങ്കിൽ കളയും, ഇല്ലെങ്കിൽ അത് നേരെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നേരെ എവിടെയെങ്കിലുമൊക്കെ എടുത്തു വെക്കും. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു മൂല്യവത്തായിട്ടുള്ള രീതിയിലേക്ക് മാറി നമുക്ക് അനുഗ്രഹം വന്നു ചേരാനുള്ള ഒരു പ്രതിവിധിയും കൂടിയാണ് ഇതൊക്കെ. പല ആളുകൾക്കും ഇതറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് എടുത്ത് പറഞ്ഞു തരാൻ തന്നെ കാരണം. നമുക്ക് സർവ്വ സൗഭാഗ്യങ്ങൾ ഉണ്ടാവാനും തൊഴിൽ പുരോഗതി ഉണ്ടാവാനും സമ്പത്ത് വന്നു ചേരാനൊക്കെ ഉള്ള അനുഗ്രഹ കല തെളിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭാഗ്യസൂക്തം തന്നെ വഴിപാട് ചെയ്യുന്നത്. ഈ ചെയ്ത പ്രസാദം നമ്മൾ എന്ത് ചെയ്യും? ഈ പോലെ ഒന്നും ചെയ്യാതെ നമ്മൾ പറഞ്ഞ ഈ പ്രതിവിധി രൂപത്തിലേക്ക് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ നമുക്ക് സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരും എന്നുള്ളതാണ്. ഇത് 9 ആഴ്ചയോ 11 ആഴ്ചയോ 7 ആഴ്ചയോ നമുക്ക് കഴിയുന്നതും അത്രയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതിലുണ്ടായിരുന്ന ആ ചന്ദനം നമ്മൾ ദിവസം കുറി തൊടലും. ഈ ഒരാഴ്ച നമ്മൾ ഈ പൊതിഞ്ഞു വെച്ച ആ പൊതി നമ്മൾ പണപ്പെട്ടിയിലോ അല്ലെങ്കിൽ നമ്മളെ സമ്പത്ത് കൊണ്ട് നടക്കുന്ന ബാഗിലോ പേഴ്സിലോ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിലോ വെച്ച് കഴിഞ്ഞാൽ അത് അടുത്ത പ്രാവശ്യം വഴിപാട് ചെയ്ത് ഈ പ്രസാദം കൊണ്ടുവരുമ്പോൾ മുന്നത്തെ പ്രസാദം ഇതുപോലെ തന്നെ നമ്മൾ എന്താണ് ആരും ചവിട്ടാത്ത ഭാഗത്തോ അല്ലെങ്കിൽ ഒഴുക്കുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിന് വടക്ക് ഭാഗത്തേക്കോ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് പുറത്ത് ആരും ചവിട്ടാത്ത ഭാഗത്ത് കളഞ്ഞാൽ മതി. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു സമ്പത്ത് വരാൻ വേണ്ടിയിട്ടുള്ള ഈ പ്രതിവിധിയും കടബാധ്യതയ്ക്കൊക്കെ വേണ്ടി നെട്ടോട്ടം ഓടുന്ന ആളുകൾക്കൊക്കെ ഇതിന് നമുക്ക് പല പല മാർഗങ്ങളും നമ്മളിലേക്ക് വന്നു ചേരലും ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ നമ്മളിലേക്ക് ഉണ്ടാവലും ഈ ഇതിനോട് ബന്ധപ്പെട്ട ബന്ധനങ്ങളൊക്കെ തീരാനും വളരെ എഫക്റ്റീവാണ്. ഇങ്ങനെ ഒരു പ്രതിവിധി ഒരുവിധം ആളുകൾ ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്നും ഇത് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. കാരണം പല കാര്യങ്ങളും പലർക്കും അറിയില്ല. ഈ അറിയാത്ത കാര്യങ്ങൾ മിണ്ടാതെ വെച്ചിരുന്നിട്ടും കാര്യമില്ല. പുതുതലമുറയ്ക്ക് നമുക്കിതൊരു മനസ്സിലാക്കാനും വലിയ മുതൽ മുടക്ക് ചെറിയ ഒരു ചിലവിൽ വലിയൊരു നേട്ടം ഉണ്ടാവുന്നതും അനുഗ്രഹം ഉണ്ടാവുന്നതും പ്രതിവിധിയും കൂടിയാണ് ഈ കാര്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അത് വളരെ നല്ലൊരു കാര്യം കൂടിയായിരിക്കും. വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം, ക്ഷുദ്രാഭിചാര, ശത്രുബാധ, ദുർമൂർത്തി, പ്രാർത്ഥന, സ്തംഭന, വശീകരണ, മാരണ, ദോഷ ദുരിതങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിവിധികളാണ് നമ്മൾ ചെയ്തു വരാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ
വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.